Download now. CC Learning app. എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകൻ ആകുക അല്ലെങ്കിൽ അധ്യാപികയാകുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നടന്നു നീങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ BEd അല്ലെങ്കിൽ DLEd പോലെയുള്ള കോഴ്സുകൾ ചെയ്തതിന് ശേഷം കേട്ടറ്റ് പരീക്ഷകൾ എഴുതി ആ കേട്ടറ്റ് പരീക്ഷയിലെ ഈ കേരള പരീക്ഷാ ഭവൻ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്ത LP UP HSA പോലെയുള്ള പരീക്ഷകൾ എഴുതി നമ്മുടെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറെ നാളുകളായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2026 അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിലെ മറ്റൊരു LP UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. ആ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേട്ടറ്റ് പരീക്ഷ എഴുതി. അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ദിവസം കൂടി കഴിയും എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. കാരണം പ്രൊവിഷണൽ ആൻസർ കീയിലെ കുറെ അധികം തെറ്റുകൾ ഉള്ളത് കൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് റെക്ടിഫൈഡ് ആൻസർ കീയും തുടർന്ന് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ റെക്ടിഫൈഡ് ആൻസർ കീ വരാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അടുത്ത കേട്ടറ്റ് പരീക്ഷ, അതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ചോദ്യം. ചെറിയ മാർക്കുകൾക്ക് ഈ കഴിഞ്ഞു പോയ കേട്ടറ്റ് പരീക്ഷ പോയ ഒരുപാട് പേരുണ്ട്. ഇതേ കാലയളവില് അന്ന് കേട്ടറ്റ് പരീക്ഷ എഴുതാൻ പറ്റാതെ പുതിയ കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന മറ്റൊരു കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് മക്കളെ, 2026 ഡിസംബറിന്റെ അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന LP UP പരീക്ഷയ്ക്ക് മുമ്പേ ഉള്ള അവസാനത്തെ ഒരു കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കേട്ടറ്റിന്റെ ആവശ്യകത, അനിവാര്യത എന്താണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അടുത്ത കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്, അല്ലേ? അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠനം തുടങ്ങിയോ? പഠിക്കണ്ടേ? പഠിച്ചു തുടങ്ങി ആ 150 മാർക്കിന്റെ ചോദ്യപേപ്പർ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ 90 മാർക്ക്, നമുക്കൊരു 100 മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠിച്ചു മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമല്ലേ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയാൽ മതിയോ? അങ്ങ് ശരിയാവത്തില്ല. വ്യക്തമായിട്ട് ഒരു 2 മാസത്തെ പ്രിപ്പറേഷനോടുകൂടി മാത്രം കേട്ടറ്റ് പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അവിടെ ഉള്ളത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ തന്നെ പിന്നെ നിങ്ങളുടെ സൈക്കോളജി വിഷയങ്ങളും EVS ഉൾപ്പെടെയുള്ള 5 വിഭാഗങ്ങളിലായിട്ട് ഓരോ വിഭാഗത്തിന്റെയും 30 മാർക്കിന്റെ ചോദ്യപേപ്പർ, 5 സബ് ടോപ്പിക്കുകൾ, 150 മാർക്കിന്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഈ ഒരു 5 സബ് ടോപ്പിക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 150 മാർക്കിന്റെ ചോദ്യപേപ്പറിനകത്ത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഏകദേശം ഒരു 10-70 ചോദ്യങ്ങൾ കാണും. അത് സ്ഥിരം പാറ്റേൺ ആണ്. ആ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കേട്ടറ്റ് പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അല്ലാതെ പണ്ട് നമ്മൾ പോയി കേട്ടറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പണ്ട് നമ്മളെ കുറെ നാൾ മുമ്പ്, ഒരു 2 വർഷം മുമ്പൊക്കെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുമ്പം ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകും. ഇവർ ഈ പറയുന്ന പോലെ നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ C കുത്തും, ചിലപ്പോൾ C ശരിയാവും. 150 ക്വസ്റ്റ്യൻ ഇല്ലടാ, ഒരു 90 എണ്ണം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ശരിയാവും. ഇനി ഇപ്പൊ റിസർവേഷൻ ഉണ്ടെങ്കിൽ 82 മാർക്ക് മതി. അപ്പൊ അതുകൊണ്ട് അന്ന് അത് നടക്കുമായിരുന്നു. ഇപ്പം രീതി മാറി. നിങ്ങൾക്കറിയാൻ പറ്റും, കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 മാസം ഇരുന്ന് പഠിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ. അല്ല ചുമ്മാ അങ്ങോട്ട് പോയി കറക്കി കുത്തിയ പരീക്ഷ കിട്ടത്തില്ല.
സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെ കണ്ടെത്തി പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവന് കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് സിയുടെ റിസൾട്ടുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്യാപക മോഹം സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന ഉദ്യോഗാർത്ഥികളെ അധ്യാപക യോഗ്യത നേടിക്കൊടുക്കുന്നതിൽ സി നിർണായകമായ പങ്കാണ് വഹിച്ചത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സോ അതേപോലെ തന്നെ പുതിയ കേട്ടറ്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പോകുമ്പോൾ പഠനം തുടങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ട്, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരാനും ഒരാളുണ്ട്, നമ്മളെ നയിക്കാൻ ഒരു മെന്ററും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അധ്യാപക യോഗ്യതാ പരീക്ഷ കേട്ടറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ദൗത്യം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിന് ദൗത്യം നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പ്രായപരിധിയിലെ വർധനവ് അടുത്ത LP-UP പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ട് അത് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക്. നമ്മളെപ്പോലെയുള്ള ആളുകൾ കഴിഞ്ഞ LP-UP പരീക്ഷയ്ക്ക് പുറകോട്ട് മാറിയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ പോയ കേട്ടറ്റ് പരീക്ഷയിലെ ചെറിയ മാർക്കിന് ആ ദൗത്യം പരാജയപ്പെട്ടു പോയവരുണ്ട്. നിങ്ങൾ അങ്ങനെയാണ്. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയങ്ങൾ സ്വാഭാവികമാണ്. പരാജയങ്ങളില്ലാതെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല. ഈ പരാജയങ്ങളാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ. അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരാജയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ അതിന്റെ നഷ്ടം നമുക്ക് മാത്രമാണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതിസന്ധികളും പരാജയങ്ങളും പ്രശ്നങ്ങളും മാത്രം ചൂണ്ടിക്കാണിക്കാതെ അത് തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി 2027 2028 നിങ്ങളുടെ സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആകുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു വലിയ ലക്ഷ്യമുണ്ടല്ലോ, അത് സാധ്യമാക്കുവാനുള്ള മറ്റൊരവസരം കൂടിയാണ് പുതിയ കേട്ടറ്റ് പരീക്ഷ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അടുത്ത കേട്ടറ്റ് പരീക്ഷയിലെ മിന്നുന്ന വിജയം നേടിയെടുക്കുവാൻ തുടക്കമാണ് വേണ്ടത്. ബേസ്മെന്റ്. നമ്മൾ ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് ആയിരിക്കണം അല്ലേ? അപ്പൊ തുടക്കം മുതൽ, അതായത് സാധാരണ കേട്ടറ്റ് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ 70 ചോദ്യങ്ങളുണ്ടല്ലോ, അതിന്റെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ബേസ്മെന്റ് സ്ട്രോങ് ആക്കുന്ന രീതിയിൽ ഏറ്റവും പുതിയ ബാച്ചുകളാണ് സിയിലെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിലെ K1 ഉണ്ട്, K2 ഉണ്ട്, K3 ഉണ്ട്, K4 ഉണ്ട്. നിങ്ങൾ ഏത് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആയിക്കോട്ടെ, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക സുഹൃത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ അധ്യാപക യോഗ്യതാ പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള മുഴുവൻ സംഭവം ഇവിടെ തന്നെ ഉണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ നോട്ടുകൾ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഗൈഡൻസ് ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഒരു മെന്റർ ആയിക്കോട്ടെ, എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അടുത്ത കേട്ടറ്റ് പരീക്ഷ നേടിയെടുക്കാനുള്ള മറ്റൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് നമ്മുടെ LP-UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുവാണ്. കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യത്തിന്റെ പുറമേൽ നമുക്ക് അയ്യോ എനിക്ക് കേട്ടിട്ടില്ല അതുകൊണ്ടൊന്നും സാധ്യമാകില്ല എന്നിനി ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിങ്ങളെ സഹായിക്കുവാനാണ് വീണ്ടും ഏറ്റവും പുതിയ ബാച്ചുകളുമായിട്ട് CC വന്നിരിക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, അതിനകത്ത് കോണ്ടാക്ട് ചെയ്യുക, വിളിച്ചിട്ട് പറയുക എനിക്ക് കേട്ടറ്റ് നേടിയെടുക്കണം, ഏറ്റവും പുതിയ ബാച്ചിലേക്ക് എന്നെ ജോയിൻ ചെയ്യിപ്പിക്കുക, അത്ര മാത്രം മതി. അല്ല K2 നിങ്ങൾക്ക് വേണം, K3 വേണം, K4 വേണം, ഒന്നുമില്ല, താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ആ നമ്പർ വിളിച്ചിട്ട് പറയുക ഏറ്റവും പുതിയ ബാച്ചിൽ എന്നെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. 2 മാസം കൊണ്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ആ ബേസ്മെന്റ് സ്ട്രോങ് ആവും. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ റിവിഷൻ ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ഡിസ്കഷൻ ഒക്കെ വെച്ച് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ കേട്ടറ്റ് എന്ന് പറയുന്ന ദൗത്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഈ കേട്ടറ്റ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ നെറ്റിനകത്തൊക്കെ പരതി കഴിഞ്ഞാൽ അങ്ങോ ഇങ്ങോ ഒരെണ്ണം എല്ലാം കിട്ടും. സിലബസ് പോലും വ്യക്തമായിട്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട്
നമ്മൾ ആ ചോദ്യപേപ്പറുകളുടെ PDF പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരെ കൊണ്ട് ഓരോ ക്വസ്റ്റ്യന്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എഴുതി കഴിഞ്ഞ ഒരു 6-7 വർഷത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പിനകത്തേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഫ്രീ ആയിട്ട്, അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും ഒരു ബൾക്ക് കണ്ടന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാനുള്ള മറ്റൊരു സാധ്യത കൂടിയാണ് CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. അത് മറ്റൊരു സാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ കേട്ടറ്റിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനും അത് എഴുതിയെടുത്തുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോകുവാനുമുള്ള മറ്റൊരു അവസരം കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മക്കളെ, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. സാധ്യതകളല്ല നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് എന്ത് കുറവുണ്ടോ അത് മാത്രമാണ് നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിലെ വിജയങ്ങൾ ഉണ്ടാകട്ടെ. നമുക്ക് ലൈവ് ക്ലാസ്സുകളിലെ ഒരുമിച്ചിരുന്ന് പഠിച്ചുകൊണ്ട് കേട്ടറ്റ് എന്ന് പറയുന്ന വലിയ ദൗത്യം പൂർത്തീകരിക്കാം. മറ്റൊരു വീഡിയോ സെഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സജഷൻസും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു സെഷനിൽ കാണാം. ബൈ.